ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പിള്ളി ഷോയിലേക്ക് സ്വാഗതം. പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, അവൻ എൻ്റെ മനസ്സ് കാണാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അവൾ എൻ്റെ മനസ്സ് കാണാൻ ശ്രമിച്ചില്ല എന്നൊക്കെ. എന്നാൽ ഈ പറയുന്ന പോലെ ഒരാൾക്ക് വേറൊരാളുടെ മനസ്സ് കാണാൻ കഴിയുമോ? മനസ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മഞ്ഞുമലയാണ്. ആ മഞ്ഞുമലയുടെ മുകൾ ഭാഗത്തുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ബോധമനസ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകള്, അനുഭവങ്ങള്, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ, വികാരങ്ങൾ, ഇതെല്ലാം അത് ആ മനുഷ്യന് മാത്രമാണ് കാണാൻ കഴിയുക. ആ മനസ്സിന്റെ ഉടമസ്ഥന് മാത്രം. മറ്റുള്ളവർക്ക് ആർക്കും തന്നെ അത് കാണാൻ കഴിയില്ല. ഇനി ഈ മഞ്ഞുമലയുടെ അടിയിലുള്ള ഭാഗങ്ങളുണ്ട്. അതാണ് ഉപബോധ മനസ്സും അബോധ മനസ്സും. ഉപബോധ മനസ്സും അബോധ മനസ്സും മനസ്സിന്റെ ഉടമസ്ഥർക്ക് പോലും കാണാൻ കഴിയില്ല. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുമില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.